إنها من تقوى القلوب إنما الأعمال بالنيات قال رسول الله صلى الله عليه وسلم بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم صل وسلم وبارك عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗ്ഗലോകത്ത് നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ഈ അമല് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ, ഒരുമിച്ച് കൂടിയവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നിഅമത്തും കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അതാഉല്ല സഖാഫി ഹിമമി ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ ഒരുപാട് വിഷയങ്ങൾ പള്ളിയുടെയും ഈ നാടിൻ്റെയും മഹിമകളും കറാമത്തുകളും റിഫായി ഷെയ്ഖിന്റെ മഹത്വവും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ റിഫായിയ ദഫ് റാത്തീബ് ഇവിടെ ഏതാനും സമയത്തിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. എല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദഫ് റാത്തീബിന് വേണ്ടിയാണ്. അത് സാധാരണ ദഫ് റാത്തീബുകളല്ല, സാധാരണ ദഫുമുട്ടുകളല്ല, മറിച്ച് മശായിഖന്മാരുടെ ഇജാസത്തിലൂടെ നടത്തി വരാറുള്ള ദഫ് റാത്തീബാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ തന്നെ ഈ വർഷവും നടത്താൻ വേണ്ടി എൻഗവൻസിന്റെ യുവാക്കൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും വളരെ ഏറെ ആവേശത്തോടുകൂടെ സ്ത്രീകളും പ്രായമുള്ളവരും യുവാക്കളും കുട്ടികളെല്ലാവരും വന്നിട്ടുള്ളത് ആ ഒരു ദഫ് റാത്തീബിനെ വീക്ഷിക്കാനും അതിൽ ചേരാനും അതിൽ ദ്വാരക്കാനുമാണ്. അല്ലാഹു തആല എല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വെള്ളിയാഴ്ച നിങ്ങൾ നിക്കാഹ് നടത്തുക, മാത്രമല്ല ആ നിക്കാഹിനിക്ക് നിങ്ങൾ ദഫ് മുട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞതായി കാണാം. മാത്രമല്ല നിക്കാഹ് പള്ളിയിൽ നടക്കണമെന്നും ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, നിക്കാഹ് വെള്ളിയാഴ്ച ആയിരിക്കലാണ് സുന്നത്ത്, നിക്കാഹ് പള്ളിയിൽ ആയിരിക്കലാണ് സുന്നത്ത്. എന്നാൽ ദഫുമുട്ട് പള്ളിന്റെ ഉള്ളിൽ അത്ര യോജിച്ചതല്ല എന്ന് വിശദീകരിച്ചതായി കാണാം. ദഫുമുട്ട് സുന്നത്താണ് എങ്കിലും ഓരോന്നിനും ഓരോ സ്ഥാനമാനങ്ങളുണ്ട് എന്നുള്ളത് ഉലമാ വിശദീകരിച്ച ഒരു കാര്യമാണ്. റുകൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നുള്ള ദിക്റാണ് പറയേണ്ടത്. എന്നാൽ ആ ദിക്ർ പറയുന്നതിന് പകരം റുകൂഇൽ ഖുർആൻ ഓതിയാൽ
ആ ദിക്റിനേക്കാളും മാത്രമല്ല സർവ്വ ദിക്റിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ കലാമ് അള്ളാഹുവിന്റെ ഖുർആനാണ് എന്ന് പറഞ്ഞ് ഒരാള് ചിന്തിച്ച് അങ്ങനെ റുക്കുയിൽ ഖുർആൻ ഓതിയാൽ എന്താകും? നിസ്കാരം ഖറാഅത്ത് ലഭിക്കും എന്നുള്ളതാണ് ഉലമാ വിശദീകരിച്ചിട്ടുള്ളത്. ആ ദിക്റിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ഖുർആനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോ സ്ഥാനങ്ങളും മാനങ്ങളും അതിൻ്റെതായ തർത്തീബുകളും ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട്. പണ്ടൊരു ചങ്ങായി എല്ലാവരും നിസ്കരിച്ചതിന്റെ ശേഷം ഇശാ നിസ്കാരം 5 റക്അത്ത് നിസ്കരിച്ചു. ആ ചങ്ങായിയോട് ഖതീബ് ഉസ്താദ് വിളിച്ചു ചോദിച്ചു, എന്തിനാണ് നീ 5 റക്അത്ത് നിസ്കരിച്ചത്? അദ്ദേഹം അതിനിക്ക് ന്യായം പറഞ്ഞത്, അള്ളാഹുവിനിക്ക് റക്അത്തിന്റെ എണ്ണം കുറഞ്ഞാലാണ് പ്രശ്നമേ ഉള്ളൂ, ജാസ്തിയായാൽ അള്ളാഹുവിനിക്കത് പ്രശ്നമില്ല എന്ന് പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഓരോന്നിനും നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമത്തിനെ തിരസ്കരിക്കാൻ പാടില്ല. കള്ള മശായിഖന്മാർ വർദ്ധിച്ചതായ കാലമാണ്. കള്ള ശൈഖന്മാർ കൂടുതലായ കാലമാണ്. സുബ്ഹാനല്ലാഹ്, മുഞ്ഞാന്ന് ഞാൻ നാട്ടിലേക്ക് പോകുമ്പോ BC റോഡ് ഭാഗത്ത് ഒരു ചങ്ങാതി ബറാഅത്തിന്റെ നോമ്പിന്റെ സമയത്ത് അദ്ദേഹം സിഗരറ്റ് വലിക്കുകയാണ്. പരസ്യമായി തന്നെ അദ്ദേഹം ഒരു ത്വരീഖത്തിന്റെ ആളാണ്. ആ ചങ്ങായിയോട് ഞാൻ ചോദിച്ചു, ഞാൻ നടന്ന വിഷയമാണ്, ബറാഅത്തിന്റെ ആ നോമ്പിന്റെ സമയത്ത് ആ ചങ്ങായിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ നോമ്പ് പിടിച്ചിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറയാണ്, അല്ലാഹു എന്നോട് വന്ന് പറയണം, മൂസാ നബിയോട് അല്ല പറഞ്ഞതുപോലെ എന്നോടും അല്ല പറഞ്ഞാലേ ഞാൻ നോമ്പ് പിടിക്കുകയുള്ളൂ. വീണ്ടും ഞാൻ ചോദിച്ച അയാളോട്, റമദാൻ മാസത്തിന്റെ നോമ്പോ അത് പിടിക്കലില്ലേ? അദ്ദേഹം പറഞ്ഞു, റമദാന്റെ നോമ്പ് ഞാൻ പിടിക്കൂല, എന്നോട് അല്ല പറയണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ല സംസാരിച്ചതുപോലെ എന്നോട് അല്ല എന്ന് പറയണം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ത്വരീഖത്തിന്റെ ആളുകള് ആ വാക്കുകളൊക്കെയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കുകളാണ്. അത് തമാശയായിട്ടോ കാര്യമായിട്ടോ പരിഹാസ്യമായിട്ടോ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള വാക്കുകളാണ്. അല്ലാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, കള്ള ശൈഖന്മാരും കള്ള മശായിഖന്മാരും കള്ള ത്വരീഖത്തും വർദ്ധിച്ച കാലഘട്ടത്തില് ഇവിടെയാണ് ഉലമാക്കളെ നാം മുറുകെ പിടിക്കേണ്ടത്. നമുക്ക് പണ്ഡിതന്മാരുണ്ട്, ഹക്ക് ഏതാണ് ബാത്തുൽ ഏതാണെന്ന് മനസ്സിലാക്കി തരുന്ന പണ്ഡിതന്മാരുണ്ട്. അവർ കാണിച്ച മാർഗത്തിലൂടെയല്ലാതെ സഞ്ചരിക്കാൻ പാടില്ല. ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ സമുദായത്തിന്റെ ആലിമീങ്ങൾ ബനു ഇസ്രായേൽക്കാരുടെ അമ്പിയാക്കന്മാരെ പോലെയാണ്. ദീനീ ദഅവത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല അമ്പിയാക്കന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാതിമുൻ നബിയാണ്, സയ്യിദുൽ മുർസലീനാണ്, അഫ്ളലുൽ അംബിയാഇ വൽ മുർസലീനാണ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു പുതിയ ഒരു നബി വരാനില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഒരു പുതിയ നബി വരാനില്ല. എന്നാൽ അവിടുത്തെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ദഅവത്ത് നടത്തുന്നത് അവിടുത്തെ ഉലമാക്കളാണ്, ആലിമീങ്ങളാണ്, സയ്യിദന്മാരാണ്, അയിമ്മത്തീങ്ങളാണ്. അതുകൊണ്ട് ആ ഇമാമീങ്ങളെ, ആ ആലിമീങ്ങളെ പിൻപറ്റൽ നമുക്ക് നിർബന്ധമാണ്. ഏത് സംഘടന വന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അവർക്ക് അടിമകളായി നിൽക്കാനുള്ളവരല്ല ആലിമീങ്ങളാ.
ആ ആലിമീങ്ങൾ ഹക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആരെയും മുഖം നോക്കാതെ തന്റെയിടത്തോടു കൂടെ ദീന് പറയാൻ വേണ്ടി കാണിച്ചു തന്നവരാണ്. അതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല അസ്ററുൽ അസീസ്. അതുപോലെ തന്നെ എന്റെ ശൈഖ്, എല്ലാ മശായിഖന്മാരുടെ ശൈഖുൽ അസാതീദ് താജുൽ ശരിയ അലി കുഞ്ഞുസാദ് നവ്വറല്ലാഹു മർഖദ. അതുപോലെ തന്നെ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല അസ്ററുൽ അസീസ് കണ്ണിയത്തു സാദ് ഖദ്ദസല്ലാഹു തആല അസ്ററുൽ അസീസ്. ഇവരൊക്കെയും കാണിച്ചു തന്ന, പറഞ്ഞു തന്ന, അടിവരയിട്ട് തന്ന പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കണം. അതാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. ദഫ് റാത്തീബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ദഫ് ഡാൻസിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അതുപോലെ തന്നെ ദഫ് മ്യൂസിക്കിന്റെ ഒരു രൂപത്തിലേക്ക് പോകുന്നതും പേടിക്കപ്പെടേണ്ടതാണ്. ദഫ് ഡാൻസിന്റെ രൂപത്തിലേക്ക് പോകുന്നതും പേടിക്കപ്പെടേണ്ടതാണ്. ശരിയായ മശായിഖന്മാർ കാണിച്ചു തന്ന ദഫിന്റെ ശൈലികള്, അതിന്റെ കുണിച്ചലുകള്, അതിന്റെ ചലനങ്ങളൊക്കെയും മശായിഖന്മാരുടെ വഴിയിലൂടെ വരുന്നതാണ്. അതാണ് റിഫായി ശൈഖിന്റെ ദഫ് റാത്തീബ് എന്നൊക്കെ പറയുന്നത്. മശായിഖന്മാർ അവർക്ക് കാണിച്ചു കൊടുത്ത ദിക്റുകള്, പറഞ്ഞു കൊടുത്ത ദിക്റുകള്, അവർക്ക് കാണിച്ചു കൊടുത്ത ശൈലികള്, അത് ദുആക്ക് ഉത്തരമുള്ളതാണ്. മഹാന്മാരുടെ സഹായം ലഭിക്കുന്നതാണ്. അവരുടെ തിരുനോട്ടമുള്ള മജ്ലിസുകളാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ സുന്ദരമായ ശൈലിയിൽ ഇവിടെ നടക്കാൻ പോകുന്ന റിഫായിയ മജ്ലിസ് ദഫ് റാത്തീബ് ഇൻഷാ അല്ലാഹ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞാൽ, അതുപോലെ തന്നെ ശൈഖ് ജീലാനി തങ്ങളെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞാൽ, ശൈഖ് റിഫായി തങ്ങളെ വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞാൽ അവരൊക്കെയും സഹായിക്കുന്നവരാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സഹായിക്കുന്നവൻ അല്ലാഹു ആണ്, അവന്റെ റസൂലാണ്, മുഅ്മിനീങ്ങളും നിങ്ങളെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ലാ തൻഖതിഉ ഖറാമാത്തുൽ ഔലിയാ ബഅദ മൗതിഹിം. ആ ഔലിയാക്കന്മാർ വഫാത്തായി പോയാൽ അവരുടെ കറാമത്ത് നഷ്ടപ്പെട്ടു പോവുകയില്ല, അവരുടെ കറാമത്ത് മുറിഞ്ഞു പോവുകയില്ല. എത്രയോ സാക്ഷികളുണ്ട്. ഖജൂർ ഔലിയാക്കന്മാരുടെ ഹളറത്തിൽ പോയി, അതുപോലെ തന്നെ മദനി തങ്ങളുടെ ഹളറത്തിൽ പോയി ദുആരന്നിട്ട് രോഗം ശിഫിയായ ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ വിഷമങ്ങൾ അകറ്റിയ ഉദാഹരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ശൈഖ് റിഫായി തങ്ങളുടെ ഈ മജ്ലിസിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോഴി നേർച്ചയാക്കിയവർ അവരുടെ മറാദുകൾ എത്രമാത്രം ഹാസിലായിട്ടുണ്ട്. നേരത്തെ ഇമാമി ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ സഹോദരന്മാരെ, നേരത്തെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മുഅല്ലിം ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, റിഫായിയ മജ്ലിസിലേക്ക്, കുപ്പേട്ടിയുടെ റിഫായിയ ദഫ് റാത്തീബിന്റെ മജ്ലിസിലേക്ക് എനിക്കൊരു കോഴി കൊടുക്കാനുണ്ട്, ഞാൻ നേർച്ചയാക്കിയതാണ്, ഇന്ന് ഞാൻ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു കാര്യം മുറാദ് ഹാസിലാകാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയതാണ്, അത് വീടിയിട്ടുണ്ട്, ആ മുറാദ് ഹാസിലായിട്ടുണ്ട്, ഞാൻ കൊടുക്കാനുണ്ട് എന്ന് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മുഅല്ലിമ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുഅല്ലിമിന്റെ പേരും അഡ്രസ്സും വേണമെങ്കിൽ ഞാൻ വെളിപ്പെടുത്താം. അതാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാഗ്ദാനം ചെയ്തത്, നിങ്ങൾ കോഴി നേർച്ചയാക്കിയത്, നിങ്ങൾ ആട് നേർച്ചയാക്കിയത്. സഹോദരന്മാരെ, ഇവിടത്തെ ഖതീബിന്റെ പവറല്ല, ഇവിടത്തെ മറ്റുള്ള ആരുടെയും പവറല്ല, ബദരീങ്ങളുടെ പേരുള്ള ഈ പള്ളിയാണ്. ഒരുപാട് വർഷങ്ങള് സുജൂദ് ചെയ്ത മഹാന്മാർ, സുജൂദ് ചെയ്ത ആലിമീങ്ങൾ വന്നിട്ടുള്ള സയ്യിദന്മാരുടെ ഹുളൂർ കൊണ്ട് ധന്യമായ ഈ പള്ളിയുടെ മുറ്റത്താണ് സഹോദരന്മാരെ റിഫായി ശൈഖിനെ മുറുകെ പിടിച്ചവർ ആരും പരാജയപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ദൂരെയുള്ള ആൾക്കാർ എതിർക്ക് വരും. മജ്ലിസ് കാലിയായാൽ ശൈത്താൻ വന്ന് അവിടെ ഇരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകെട്ടാറ് എല്ലാ 5 വക്ത് നിസ്കാരത്തിലേക്ക് കൈകെട്ടാരത്
സൗവൂ സുഫൂഫക്കും, നിങ്ങളെ സഫ് നേരെയാക്കുക, മുടമ്പ് ചേർക്കുക എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കൈകെട്ട്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ആ ഒരാള് നിൽക്കുന്നതിന്റെയും പിന്നെ ഒരാള് നിൽക്കുന്നതിന്റെയും കുറച്ച് ഗ്യാപ്പ് വിട്ടാൽ അവിടെ ശൈത്വാൻ ഇബ്ലീസ് വന്ന് അവിടെ സ്ഥാനം ഉറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നിങ്ങളുടെ നിസ്കാരത്തിനൊക്കെ വസ്വാസാക്കി കളയും. അതുകൊണ്ട് അതേപോലെ തന്നെ അതൊരു കാരണമാണ്. എന്നാൽ ഇവിടെയാണെങ്കിലും ശൈത്താൻ എനിക്കൊരു സ്ഥലം വെച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെയും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും എതിർക്കുക, ഒന്ന് എല്ലാവരും യാ നബി സലാം, എല്ലാവരും പറയും അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും അശ്റഖൽ ബദ്റു علينا فاغتفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام. എല്ലാവരും പറയും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും അൻത ശംസുൻ അൻത ബദ്റുൻ അൻത നൂറുൻ ഫൗഖ നൂരി أنت إكسر وغالي أنت مصباح صدوري يا نبي سلام يا رسول سلام عليكم يا حبيب سلام عليكم സ്വലവാത്തുല്ലാഹ് അലൈക്കും. എല്ലാവരും കയ്യിലേക്ക് ഊതി മുഖത്തേക്ക് തടവുക. അല്ലാഹു എല്ലാ രോഗം ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കട്ടെ ഇൻഷാ അല്ലാഹ്. രണ്ട് കൈയും പിടിക്കുക. ഒരു ഫാത്തിഹ, 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇൻഷാ അല്ലാഹ് അത് ഇപ്പോൾ ഓതണം. എല്ലാവരും രണ്ട് കൈ ഇങ്ങനെ പിടിക്കുക. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും കയ്യിലേക്ക് ഊതി മുഖത്തും ശരീരത്തിലേക്കും തടവണം. അല്ലാഹു തആല എല്ലാ സിഹറും കണ്ണേറും അല്ലാഹു ബാത്തിലാക്കി കളയട്ടെ ഇൻഷാ അല്ലാഹ്. സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം.
ഒരു ഫാത്തിഹ, 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. കിടക്കാൻ പോയാൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് 2 കൈയും പിടിച്ച് അതിലേക്ക് ഓതി ഊതുക. എന്നിട്ട് മുഖത്തും തലയിലേക്കും ശരീരത്തിലേക്ക് കയ്യെത്തുന്ന എല്ലാ ഭാഗത്തിലേക്കും കാല് വരെ തടകുക. എന്നാൽ സിഹറ്, കണ്ണേറ്, രോഗങ്ങള് എല്ലാം ശിഫയായി കിട്ടും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറങ്ങുന്ന സമയത്ത് ഈ 3 കാര്യം ഈ സൂറത്ത് ഊതിയാൽ, കയ്യിലേക്ക് ഊതി ശരീരത്തിലേക്ക് തടങ്ങിയാൽ സിഹർ ബാത്തിലാകും, കണ്ണേറ് ബാത്തിലാകും, രോഗങ്ങൾ ശിഫയാകും. ഒരു 10 വർഷം മുമ്പ് മഞ്ചനാടി ഉറൂസിൽ വെച്ച് എന്റെ ഷെയ്ഖാകുന്ന, നമ്മുടെ എല്ലാവരുടെയും ഷെയ്ഖാകുന്ന സുൽത്താനുൽ ഉലമാ എ.പി. ഉസ്താദ് അവറുകള് ആ ഉറൂസിന്റെ പരിപാടിയിൽ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഉറൂസിന്റെ പരിപാടിയിൽ ഞാൻ പോയിരുന്നു. എ.പി. ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ എത്ര വേണമെങ്കിലും സിഹർ ചെയ്യുക, നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ എനിക്ക് സിഹർ ചെയ്താൽ, ഒരു ഫാത്തിഹ, 3 ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഒരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 2 കയ്യിൽ ഓതി ഞാൻ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും തടകി അതിനെ ഞാൻ ബാത്തിലാക്കി കളയുമെന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ എ.പി. ഉസ്താദ് പറഞ്ഞതായി എന്റെ കാത് കൊണ്ട് ഞാൻ ഡയറക്റ്റായി കേട്ടിട്ടുണ്ട്. എല്ലാ തത്സമാത്തും അസ്മാന്റേതും അറിയുന്ന വിദഗ്ധനായ ബുള്ളായി ഉസ്താദ് ഉണ്ട്. വേണം കേട്ടു. ഏറ്റവും വലിയ മന്ത്രമാണത്. അതുകൊണ്ട് ഇങ്ങനെ കുറെ വാള് കേട്ട് കാര്യമില്ല. ഇന്നമൽ ഇൽമു ബിൽ അമൽ. ഇൽമു എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ ദഫ്റാത്തീവിലേക്ക് വന്നാൽ ഈ ഒരു കാര്യം ഇന്ന് മുതൽക്ക് മരണം വരെ ഓരോരുത്തരും ചെയ്യണം. നിങ്ങൾ മൊബൈൽ നോക്കുന്നുണ്ടാകും, നിങ്ങളെ മൊബൈലിൽ സംസാരിക്കുന്നുണ്ടാകും. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കിടക്കുന്ന സമയത്ത് ഈ സൂറത്ത് ഓതി ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും തടയണം. ഉമ്മമാർ കേൾക്കുന്നുണ്ടോ? അല്ല, കാലി ലേസും ചോക്ലേറ്റും തിന്നിട്ട് സമയം കളയുന്ന. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നല്ല ഉമ്മമാരാണ്. കുപ്പേട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഉമ്മമാരാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ വെള്ളിയാഴ്ച രാത്രിയും സുബഹി നിസ്കരിച്ച ഉടനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 പേര്, അസ്മാഉൽ ഹുസ്ന, ലോകത്ത് ആർക്കും തന്നെ തർക്കമില്ലാത്ത 99 അള്ളാഹുവിന്റെ സിഫത്തുകൾ, പേരുകൾ പറഞ്ഞ് ആ പേര് പറഞ്ഞ് ദുആരക്കുകയാണ് ഈ നാട്ടിന്റെ ആളുകൾക്ക്, പള്ളിക്ക് സഹായിച്ചവർക്ക്, അതുപോലെ തന്നെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മമാർക്ക്, അതുപോലെ തന്നെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തവർക്ക്, അതുപോലെ തന്നെ പള്ളിക്ക് ഒന്തി കൊടുക്കുന്ന വീട്ടുകാർക്ക് ദ്വാരക്കുകയാണ്. കാരണം അവരുമായി ഹക്കടപാടുകളുണ്ട്, അവരുമായി ഞങ്ങൾ കടപ്പാടുകളുണ്ട്. അത് ഈ പള്ളിയിലെന്നല്ല, ഞങ്ങളുടെ ഹയാത്ത് കാലം മുഴുവനും അവർക്ക് വേണ്ടി എല്ലാ പള്ളികളിലും ദ്വാരക്കുകയാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിനും ഞാൻ ദ്വാരക്കുന്നു. റിഫായി ശൈഖ് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ ഉമ്മമാർക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകണമേ അല്ലാഹ്. അവരുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി രോഗങ്ങളെല്ലാം നീ ശിഫിയാക്കി കൊടുക്കണമല്ലാഹ്. അവരുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണമല്ലാഹ്. ഈ റിഫായി ശൈഖ് തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഈ മജ്ലിസ് ശൈഖ് റിഫായി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ്, മക്കളില്ലാത്തവരുണ്ട്,
അതുപോലെ തന്നെ ആൺകുട്ടികൾ ആഗ്രഹിക്കുന്നവരുണ്ട്, പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖൈറായ മക്കളെ നൽകണമല്ലോ. വരക്കാൻ മറന്നു പോകാൻ പാടില്ല. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ആ തുടക്കത്തിൽ ഒരു ആയത്ത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. വമയ്യു അല്ലിം ശാഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുണ്ടോ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള തഖ്വകള്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തഖ്വയുടെ അടയാളങ്ങളാണ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ വ്യക്തികളുണ്ട്, അതുപോലെ തന്നെ സമയങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്. ഏതെല്ലാം അല്ലാഹുവിന്റെ ചിഹ്നങ്ങളായി അറിയപ്പെടുന്നുണ്ടോ അതിനെ ബഹുമാനിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അമ്പിയാക്കന്മാർ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്, ദീനിന്റെ ശിആറുകളാണ്. ആലിമീങ്ങൾ ദീനിന്റെ ശിആറുകളാണ്, ചിഹ്നങ്ങളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽ വരുന്ന സയ്യിദന്മാർ, സാദാത്തുക്കള്, അവരൊക്കെയും ദീനിന്റെ ചിഹ്നങ്ങളാണ്. അതുപോലെ തന്നെ പള്ളി ദർസുകള്, മദ്രസകള് ദീനിന്റെ ചിഹ്നങ്ങളാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ പള്ളികള്, അതിന്റെ മിനാരങ്ങള്, അതിന്റെ ബാങ്കുകള്, അവിടെ നടക്കുന്ന ദിക്റുകള്, മജ്ലിസുകളൊക്കെയും ദീനിന്റെ ചിഹ്നങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ റിഫായി ശൈഖിന്റെ പേരിലുള്ള സുന്ദരമായ മദ്രസകള്, അതൊക്കെയും ദീനിന്റെ ചിഹ്നങ്ങളാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിന്റെ യങ്മൻസിന്റെ യങ്കുള്ള യുവാക്കന്മാർ, ആ യുവാക്കന്മാർ നമ്മുടെ പള്ളിനെ നല്ല സുന്ദരമായി, എല്ലാം 2 നിലയിലുള്ള പള്ളികള്, അവ വീടുകളുണ്ട്, സുന്ദരമായ സിറ്റൗട്ടുകളുള്ള, സുന്ദരമായ ജനാലുകളുള്ള, സുന്ദരമായ വീടുകള്, AC-കളുള്ള വീടുകള്, അതുപോലെ തന്നെ ഇന്റർലോക്ക് ഇട്ട വീടുകളൊക്കെയും നമ്മുടെ പള്ളിന്റെ പരിസരത്ത് കിടക്കുമ്പോ, ആ സുന്ദരമായ വീടുകളുടെ മധ്യത്തില് അല്ലാഹുവിന്റെ പള്ളി വന്ന് ചെറുതായി കാണുക എന്നുള്ളത് മോശമാണെന്ന് കരുതി നമ്മുടെ യങ്മൻസിന്റെ യുവാക്കള് ആ പള്ളികളെ നല്ല നിലക്ക് നല്ല ഉയർത്തി, ഈ ഹൈവേയുടെ ഷെയ്ഡുകളിൽ അതിങ്ങനെ കാണുമ്പോ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അതുപോലെ തന്നെ എല്ലാ ആളുകളും മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിനിക്ക് അഭിമാനമായി നിൽക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹ് പറയുന്നു വമയ്യു അല്ലിം ശാഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആര് ബഹുമാനിക്കുന്നുണ്ടോ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന തഖ്വയുടെ അടയാളങ്ങളാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിന്റെ ഉള്ളിൽ നല്ല നിലക്കുള്ള ഭംഗിയായി അതിന്റെ ഉള്ള പരിസരം നല്ല ഭംഗിയാക്കുന്നുണ്ട്. തുടക്കത്തിൽ കരുതിയിട്ടുള്ളത് 2 ലക്ഷമോ 3 ലക്ഷമോ ഏറിയാൽ 4 ലക്ഷമോ ആയിരുന്നുവെങ്കിൽ ഓരോ പ്ലാനുകളും അത് ചേഞ്ചായി വന്നപ്പോ അതിന്റെ റേറ്റുകളൊക്കെ കൂടി 13 ലക്ഷം 14 ലക്ഷം വരെ ചെലവ് വരുന്നുണ്ട്. അങ്ങനെ ടൈൽസുകളും അതുപോലെ തന്നെ മരത്തിന്റെ പണികളും മെഹ്റാബിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കണ്ടീഷനുകളും ചെയ്ത അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഭവനമാകുന്ന പള്ളിയെ ബഹുമാനിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാള് പള്ളിനെ ക്ലിയറാക്കുന്നതായി കണ്ടാൽ, പള്ളിയുടെ മുറ്റത്തിനെ അടിച്ചു വീശ് ക്ലിയറാക്കിക്കുന്നതായി കണ്ടാൽ, അല്ലെങ്കിൽ പള്ളിയുടെ പരിസരത്തുള്ള കക്കൂസിനെ ആരെങ്കിലും ക്ലീനാക്കി വൃത്തിയാക്കുന്നതായി കണ്ടാൽ, അല്ലെങ്കിൽ പള്ളിയുടെ ഉള്ളിലുള്ള കാട്ടങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും പല്ലിന്റെ കാഷ്ടങ്ങളെ എടുക്കുന്നതായി കണ്ടാൽ, അല്ലെങ്കിൽ അതിനെ തോർത്തുന്നതായി കണ്ടാൽ, അല്ലെങ്കിൽ അതിനെ ഭംഗിയാക്കുന്നതായി കണ്ടാൽ, സ്വഹാബാക്കളെ ഫഅശ്ഹിദൂ ലഹു ബിൽ ഈമാൻ, അവനിക്ക് ഈമാനുണ്ട് എന്ന് നിങ്ങൾ സാക്ഷി നിൽക്കണമെന്ന് സ്വഹാബത്തുൽ കിറാമിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നാൽ സഹോദരന്മാരെ, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിറ,
തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പള്ളികളെ ബഹുമാനിക്കുന്നത്, അള്ളാഹുവിന്റെ പള്ളികളെ ക്ലീൻ ആക്കുന്നത്, അള്ളാഹുവിന്റെ പള്ളികളെ സുന്ദരമാക്കുന്നത്, അള്ളാഹുവിന്റെ പള്ളികളെ ആദരിക്കുന്നത്, അത് ചെറിയ പള്ളിയാകട്ടെ അല്ലെങ്കിൽ വലിയ പള്ളിയാകട്ടെ, അള്ളാഹുവിന്റെ ഭവനമാണോ അതിനെ ബഹുമാനിക്കുന്നത്. മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളാണ്, വൽ യൗമിൽ ആഖിറ, അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് മാത്രമേ കഴിയുകയുള്ളൂ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സലാമത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആരൊക്കെയോ സഹായിക്കുന്നുണ്ടോ അവരെ നീ സഹായിക്കണമല്ല. അതിന് വേണ്ടി ആരൊക്കെയോ അധ്വാനിക്കുന്നത് അവർക്ക് നീ പ്രതിഫലം നൽകണമല്ല. അത് നമ്മുടെ യുവാക്കള് നമ്മുടെ നാടിന്റെ നട്ടെല്ലുകളാണ്. നമ്മുടെ ഈ നാട്ടിന്റെ യുവാക്കള് ദീനിന്റെ നട്ടെല്ലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞതായി കാണാം, ദീന് നിലക്ക് നിൽക്കുന്നത് യുവാക്കളെ കൊണ്ടാണ്. അതുകൊണ്ട് യുവാക്കൾ മുന്നോട്ട് വരണം. അവർ ആലിമീങ്ങളാകണമെന്നില്ല. ഓരോരുത്തർക്കും അവന്റേതായ കഴിവനുസരിച്ചിട്ട് അവന്റെ ദീനിനെ അവൻ സഹായിക്കണം. ഇവിടെ ദീനിന്റെ അഹ്ലിക്കാർ ആരാണ്? ആ രണ്ട് സമുദായം ഇവിടെ നന്നായി വരണം. രണ്ട് സമുദായം ഇവിടെ നന്നായി വന്നാൽ നാടുകൾ നന്നായി, കുടുംബങ്ങൾ നന്നായി, നമ്മുടെ പള്ളികൾ നന്നായി, നമ്മുടെ എല്ലാം നന്നായി. ആരാ പറഞ്ഞത്? നബിയുനാ മുഹമ്മദ് മുസ്തഫ. സിംഫാൻ മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹ الناس كلهم واذا فسد فسد الناس كلهم العلماء والعمراء شفيعنا رسول الله. സിംഫാൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകള്, ഇദാ സ്വലഹ അവർ നന്നായി കഴിഞ്ഞാൽ, ഇദാ സ്വലഹ അവർ നന്നായി കഴിഞ്ഞാൽ, സ്വലഹന്നാസു കുല്ലുഹും ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും നന്നായി. അവർ നന്നായാൽ നാട്ടിലുള്ള എല്ലാവരും നന്നായി. വൈദാ ഫസദ അവരെങ്കാലും ഫസാദായി കഴിഞ്ഞാൽ, ഫസദന്നാസു കുല്ലുഹും ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഫാസിദായി. ആരാണ്? അവർ ആലിമീങ്ങളും ഉമറാക്കന്മാരുമാണ്. അവർ നന്നായാൽ നാട് നന്നായി, അവർ കേടായാൽ നാട് ബടക്കായി. ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് യുവാക്കളെ, ആ യുവാക്കൾ മുന്നോട്ട് വരണം. ദീനിന്റെ വിഷയത്തിൽ മുന്നോട്ട് വരണം. നമ്മുടെ മദ്രസയുടെ വിഷയത്തിൽ മുന്നോട്ട് വരണം. നമ്മുടെ പള്ളിയുടെ വിഷയത്തിൽ മുന്നോട്ട് വരണം. മുന്നോട്ട് വരണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരിക്കോ പരിപാടി ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടായാൽ കൊടികെട്ടാനും മറ്റുള്ള കാര്യത്തിനും മാത്രമല്ല. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും സ്വലാത്ത് നടക്കുന്നുണ്ട്. ആ സ്വലാത്തിന് എത്ര ആളുകളാണ് വരുന്നത്? സലാത്തിനിക്ക് ഇവിടെ കേവലവും ഉസ്താദും മുക്രിക്കയും കുറച്ച് 4 ആളുകളുമാണ് എങ്കിൽ ഇവിടെ ഉമറാക്കൾ നന്നായിട്ടില്ല, ആലിമീങ്ങൾ നന്നായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. പള്ളിയിലേക്ക് വരണം, സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് വരണം. വെള്ളിയാഴ്ച സ്വലാത്തുണ്ട്. ഏത് തിരക്കുണ്ടെങ്കിലും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരു അരമണിക്കൂർ വരാൻ താല്പര്യം കാണിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ മരിക്കാനുള്ളവരാണ്. ഏത് സമയത്താണ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കുന്നത് എന്ന് പറയാൻ പറ്റുകയില്ല. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇന്നക്കും ലമയ്യിതൂൻ, ശുദ്ധ ഖുർആന. തീർച്ചയായിട്ടും നിങ്ങൾ മരിച്ചു പോകുന്നവരാണ്, മരിച്ചു പോകുന്നവരാണ്. 5 വക്ത് ഫർള് നിസ്കാരത്തിനേക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കാറുണ്ട് അല്ലേ? ബാങ്ക് കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ ഇഖാമത്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ നിസ്കാരം നിലനിർത്താനുള്ള സമയമായിട്ടുണ്ട്. എന്നാൽ ബാങ്കും ഇഖാമത്തും കൊടുത്താൽ പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശനമാണ് അല്ലേ? ബാങ്ക് കൊടുത്താൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കും. ഇഖാമത്ത് കൊടുത്താലോ
പിന്നെ ലേറ്റ് ഇല്ല, പിന്നെ ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് ആക്കാനില്ല, പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഇല്ല, ഉടനെ തന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. എന്നാൽ മയ്യത്ത് നിസ്കാരം ഫർളായ നിസ്കാരമാണ്. ആ ഫർളായ നിസ്കാരത്തിനിക്ക് ബാങ്കിക്കാമത്ത് കൊടുക്കാറില്ല. ആ ബാങ്കിക്കാമത്തും എവിടെയാണ് കൊടുത്തു വെച്ചത്? ഒരു കുട്ടി ജനിക്കുമ്പോ ആ കുട്ടി ജനിച്ച ഉടനെ വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുകയാണ്. എന്നിട്ടോ അവൻ ദുനിയാവിൽ ജീവിക്കുന്ന സമയം കുറച്ചു സമയമാണ് എന്നതിന്റെ സൂചനയാണ് ആ മയ്യത്ത് നിസ്കാരം. ബാങ്കും ഇക്കാമത്തും നേരത്തെ കൊടുത്തു കഴിഞ്ഞു, എന്നാൽ ഇനി കുറച്ചു സമയം ദുനിയാവിൽ നീ ജീവിക്കാനുണ്ട്. ആ ജീവിച്ച് മരിച്ചു നിന്റെ ജനാസ കൊണ്ടുപോയി മിഹ്റാബിന്റെ തൊട്ടടുത്ത് വെച്ചപ്പോൾ പിന്നെ പ്രവേശിക്കുന്നത് നിസ്കാരത്തിലേക്കാ. നിന്റെ ബാങ്കും ഇക്കാമത്തും നേരത്തെ കൊടുത്തു കഴിഞ്ഞു. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിനെ ഓർക്കല്ല നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോൾ, ഖലീഫയായി തിരഞ്ഞെടുത്തപ്പോൾ കൊട്ടാരത്തിൽ ഒരാളെ പണിക്ക് നിർത്തുകയാണ്. എന്തിനാണ് പണിക്ക് നിർത്തുന്നത്? എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വിളിച്ചു പറയാനാണ്. ഉമറേ ഇന്നക തമൂത്ത്, ഉമറേ നീ മരിക്കാനുണ്ട്, നീ മരിക്കാനുണ്ട് എന്ന് എല്ലാ ദിവസവും വിളിച്ചു പറയാനാണ് പണിക്ക് നിർത്തുന്നത്. അങ്ങനെ ആ ജോലിക്കാരൻ എല്ലാ ദിവസവും എന്താണ് ഏൽപ്പിക്കുകയാണ്, വിളിച്ചു പറയുകയാണ്, ഉമറേ നീ മരിക്കാനുണ്ട്. അങ്ങനെ ഒരു ദിവസം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മുതൽക്ക് നീ ഉമറേ മരിക്കാനുണ്ട് എന്ന് വിളിച്ചു പറയണ്ട, ഇനി വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ താടിയും തലയും നരച്ചിട്ടുണ്ട്. ആ നരച്ച താടിയും തലയും എന്റെ മരണത്തിലേക്ക് എല്ലാ ദിവസവും സൂചിപ്പിക്കുകയാണ്, വിളിച്ചു പറയുകയാണ്. ഉമറിന് മരിക്കാനുണ്ട് എന്നതിനിക്ക് സമയമായി എന്നതിനിക്ക് സൂചനയാണ്. അതുകൊണ്ട് വിളിച്ചു പറയാൻ എന്റെ വെളുത്ത താടിയും തലയും ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പോരിശ ഒരുപാട് പറയാനുണ്ട്. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തില് രാത്രി മുഴുവനും തലയിൽ എന്താണ് ഗോതമ്പിന്റെ കെട്ടുമായി നടക്കുന്നുണ്ട്. എന്റെ ഭരണകാലത്ത് ഭരണ സമയത്ത് ഒരൊറ്റ വീട്ടിലും പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടാകാൻ പാടില്ല. എന്റെ ഭരണകാലത്ത് ആരും പട്ടിണി കിടക്കാൻ പാടില്ല. അല്ലാഹു ചോദ്യം ചെയ്യും എന്ന നിലക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പകൽ സമയത്ത് തൂങ്ങി ഉറങ്ങുന്ന ആളായിരുന്നു കൂടുതലായി. കാരണം മഹാന്മാർ പറയുന്നു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും ഉറക്കമില്ലാതെ അവിടെ ഖലീഫയായിട്ടുള്ള ആ പ്രദേശം അദ്ദേഹത്തിന്റെ പ്രജകൾ ആരും ആക്രമിക്കാൻ പാടില്ല, പട്ടിണി കിടക്കാൻ പാടില്ല, ആരും പ്രയാസപ്പെടാൻ പാടില്ല എന്ന് കരുതി രാത്രി മുഴുവനും ഗ്രാമങ്ങളിൽ നടക്കുന്ന ആളായിരുന്നു എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമറും ഫിൽ ജന്ന, ഉമറേ നീ സ്വർഗ്ഗത്തിലാ. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയാത്ത ഒരൊറ്റ ഖുതുബയുമില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഭൂകമ്പം സംഭവിച്ചു. മദീനയിൽ ഭൂകമ്പത്തിന്റെ സൂചന ഉണ്ടായപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭൂമിക്ക് ഒരൊറ്റ അടി കൊടുത്ത് പറഞ്ഞു, ഭൂമിയെ നീ അള്ളാഹുവിന്റെ സമ്മതം കൊണ്ട് അടങ്ങി നിൽക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഭൂകമ്പം അവിടെ നിന്ന് സ്റ്റോപ്പായി, ഭൂമി കുലുക്കം ഇല്ലാതെയായി. ചരിത്രകാരന്മാർ പറയുന്നു, പിന്നീട് മദീനയിൽ ഒരൊറ്റ ദിവസം പോലും ഭൂകമ്പം ഉണ്ടായിട്ടില്ല, ഭൂമി കുലുക്കം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മദീനയിൽ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തമുണ്ടായപ്പോൾ തീനോട് പറഞ്ഞു, തീ കെട്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ശേഷം അവിടെ പിന്നെ തീപിടുത്തമുണ്ടായിട്ടില്ല, അണഞ്ഞുപോയി എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുകയാണ്. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് നല്ല പാട്ട് കേൾക്കുകയാണ്. നല്ല പാട്ടാണ്. കള്ളുകുടിച്ച് ഒരാള് പാടുകയാണ്. ഇങ്ങനെ സുന്ദരമായ പാട്ടാണ്. അങ്ങനെ കൂടെ കള്ളിന്റെ കുപ്പിയുമായിട്ട് ഇദ്ദേഹം പാടുകയാണ്. ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നു. ഖലീഫ ഉമർ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ അവിടുന്ന് പാട്ട് കേൾക്കുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിന്റെ പിന്നാലെ ചെന്നു. എന്നിട്ട് ആ വീട്ടിന്റെ പിന്നാലെയിലൂടെ അദ്ദേഹം അറിയാത്ത രീതിയിൽ വീട്ടിലേക്ക് കടന്നു. എന്നിട്ട് ആ കള്ളുകുടിയനോട് പറഞ്ഞു, നീ കള്ളുകുടിച്ചവനാണ്, നിന്നെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, നീ ശിക്ഷയ്ക്ക് വിധേയവനാണ് എന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു ഉമർ ഖത്താബ് തങ്ങളോട്, ഉമറേ, ഞാൻ ഒരു തെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 തെറ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 3 തെറ്റ് ചെയ്തവരാണ്. നിങ്ങൾ 3 തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ഞാൻ 2 തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു അയാളോട്, കള്ളുകുടിയനോട്, ഏതാണ് ഞാൻ 3 തെറ്റ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ പരിസരത്തിന്റെ പിന്നാലെ, വീട്ടിന്റെ പിന്നാലെ കട്ടുകേട്ടു, അതുകൊണ്ട് വലാ തജസ്സസു, നിങ്ങൾ കട്ടുകേക്കാൻ പാടില്ല. രണ്ടാമത്തെ കുറ്റമേതാണ്? എന്റെ സമ്മതമില്ലാതെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു, സലാം പറയാതെ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു, അതുകൊണ്ട് ഞാൻ 2 തെറ്റ് ചെയ്താൽ നിങ്ങൾ 3 തെറ്റ് ചെയ്തവരാണ്. അങ്ങനെ അയാൾ ചോദിച്ചു, എന്നെ നിങ്ങൾ വെറുതെ വിട്ടാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വെറുതെ വിട്ടു. അദ്ദേഹം പിന്നീട് നന്നായി എന്ന് ചരിത്രം പറയുന്നതായി കാണാം. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ദഫിന്റെ സംഘം എത്തിയിട്ടുണ്ട്. എല്ലാവരും, പുറത്തു നിൽക്കുന്ന എല്ലാ ആളുകളും ഉള്ളിലോട്ട് വരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യുമാറാകട്ടെ. ദഫിന്റെ സംഘം ബഷീർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലയിലും കേരളത്തിലുമൊക്കെ അംഗീകാരമുള്ള, എല്ലാവരും വിളിക്കുന്ന, അഭിമാനിക്കുന്ന, പ്രശംസിക്കുന്ന ദഫ് സംഘമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും ഇനിയും റിഫായി ശൈഖ് തങ്ങളുടെ ഖിദ്മത്ത് ചെയ്യുവാനും അവിടുത്തെ പൊരുത്തത്തിലായി മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.